ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഗവൺമെന്റ് ജോലികളിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യാനായിട്ട് UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് UPSC, എപ്പോൾ പഠിച്ചു തുടങ്ങണം, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എത്ര അറ്റംപ്റ്റ്സ് ഒരു കാൻഡിഡേറ്റിന് നൽകാൻ സാധിക്കും, സ്റ്റേജസ് ഓഫ് ദ എക്സാം, എക്സാം പാറ്റേൺ, എന്താണ് പഠിക്കേണ്ടത്, എന്തൊക്കെ ബുക്സ് ആണ് പഠിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാനൽ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. UPSC സിവിൽ സർവീസ് എക്സാം എന്ന് പറയുമ്പോൾ തന്നെ ഒരാളുടെ മനസ്സിലേക്ക് വരുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു സ്കൂൾ വിദ്യാർത്ഥിയാണെങ്കിലോ ഒരു കോളേജ് സ്റ്റുഡന്റ് ആണെങ്കിലോ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കോളേജ് അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിലാണ്. ബിക്കോസ് ദർ ഈസ് എ റൈറ്റ് ടൈം ടു സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, സ്കൂൾ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക. CSE പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ്റെ ഫൈനൽ ഇയർ ആണ്. ആ ടൈമിൽ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക, കുറച്ച് UPSC ബുക്സ് റെഫർ ചെയ്യുക. ദാറ്റ്സ് ഇനഫ്. കൂടുതലൊന്നും ചെയ്യേണ്ട, ഇത്രമാത്രം നിങ്ങൾ ആ ടൈമിൽ ചെയ്താൽ മതി. ഇനി സിവിൽ സർവീസ് എക്സാം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സിവിൽ സർവീസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് UPSC ആണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. UPSC ഓൾ ഇന്ത്യ സർവീസസിലേക്കും സെൻട്രൽ സർവീസസിലേക്കും ആംഡ് ഫോഴ്സ് സർവീസസിലേക്കും ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. IAS, IPS, IRS, IFS, NDA തുടങ്ങിയ എല്ലാ സർവീസസിലേക്കും UPSC ആണ് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്. അടുത്തതായി എത്ര വയസ്സ് വരെ അല്ലെങ്കിൽ എത്ര വയസ്സിൽ സിവിൽ സർവീസ് എക്സാം എഴുതാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാം എഴുതേണ്ടതിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ മിനിമം ഏജ് ലിമിറ്റ് 21, മാക്സിമം ഏജ് ലിമിറ്റ് 32 വയസ്സും ആണ്. അതായത് 21 തൊട്ട് 32 വയസ്സ് വരെ നിങ്ങൾക്ക് എക്സാം എഴുതാം. പക്ഷേ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഞാൻ പറഞ്ഞു തരാം. EWS കാറ്റഗറിയിൽ വരുന്നവർക്കും ഇതേ ഏജ് ലിമിറ്റ് തന്നെയാണ് ഉള്ളത്. OBC അതായത് അതർ ബാക്ക്വേർഡ് ക്ലാസസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ മിനിമം ഏജ് ലിമിറ്റ് 21, മാക്സിമം ഏജ് ലിമിറ്റ് 35 വയസ്സും ആണ്. കൂടാതെ SC ST കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ മിനിമം ഏജ് ലിമിറ്റ് 21, മാക്സിമം ഏജ് ലിമിറ്റ് 37 സ്പെഷ്യലി ഏബിൾഡ് ആണെങ്കിൽ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 42 വയസ്സാണ്. ഇതാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ജനറൽ കാറ്റഗറിക്ക് മിനിമം ഏജ് ലിമിറ്റ് 21, മാക്സിമം ഏജ് ലിമിറ്റ് 32. OBC കാറ്റഗറി കാൻഡിഡേറ്റ് ആണെങ്കിൽ മിനിമം ഏജ് ലിമിറ്റ് 21, മാക്സിമം ഏജ് ലിമിറ്റ് 35. കൂടാതെ SC ST കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ മിനിമം ഏജ് ലിമിറ്റ് 21, മാക്സിമം ഏജ് ലിമിറ്റ് 37. കൂടാതെ സ്പെഷ്യലി ഏബിൾഡ് ആണെങ്കിൽ മിനിമം ഏജ് ലിമിറ്റ് വരുന്നത് 21, മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 42 ആണ്. ഇനി UPSC സിവിൽ സർവീസ് എക്സാം എഴുതാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. പൊതുവെ കേട്ടിട്ടുള്ള ഒന്നാണ് എന്ത്, UPSC എക്സാം ടോപ്പേഴ്സിന് വേണ്ടിയുള്ളത് മാത്രമാണെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾ UPSC CSE എക്സാം ക്ലിയർ ചെയ്യണം എന്നൊരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും പാസ്സാവാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എന്ത്, UPSC സിവിൽ സർവീസ് എക്സാം. ഇതുവരെയുള്ള നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടോ, നിങ്ങളൊരു ടോപ്പർ ആണോ, ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആണോ, എബോ ആവറേജ് സ്റ്റുഡന്റ് ആണോ, അതൊരു ആവറേജ് സ്റ്റുഡന്റ് ആണോ, ഇതൊന്നും ഈ എക്സാമിൽ മാറ്റർ ചെയ്യില്ല. കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ, യു വിൽ ഡെഫിനറ്റ്ലി ഗോണ ക്ലിയർ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ. കോച്ചിങ്ങിനോ ഗൈഡൻസിനോ വേണ്ടി ഇനി ക്യാഷ് മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, എല്ലാ വീഡിയോസും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഒരു കാൻഡിഡേറ്റ്സിന് എത്ര അറ്റംപ്റ്റ്സ് ഉണ്ട് എന്ന കാര്യം നോക്കാം. ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സിനുള്ള ഏജ് ലിമിറ്റിൽ നിന്നുകൊണ്ട് 6 തവണ ഈ എക്സാം എഴുതാൻ സാധിക്കും. OBC കാൻഡിഡേറ്റ്സിന് 9 അറ്റംപ്റ്റ്സ് ഉണ്ട്. SC ST കാൻഡിഡേറ്റ്സിന് എത്ര അറ്റംപ്റ്റ്സ് വേണമെങ്കിലും കൊടുക്കാം, ബട്ട് ഏജ് ലിമിറ്റ് നിന്നുകൊണ്ട് മാത്രം. ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 6 അറ്റംപ്റ്റ്സ് ഉണ്ട്. OBC കാൻഡിഡേറ്റ്സിന്
9 അറ്റംപ്റ്റ് ഉണ്ട്. SC/ST കാൻഡിഡേറ്റിന് എത്ര അറ്റംപ്റ്റ് ഉണ്ട്? അവർക്ക് അറ്റംപ്റ്റിൽ ലിമിറ്റ് ഇല്ല, എത്ര വേണേലും കൊടുക്കാം, പക്ഷെ ഏജ് ലിമിറ്റിൽ നിന്നുകൊണ്ടാവണമെന്ന് മാത്രം. നെക്സ്റ്റ് എക്സാമിന്റെ പാറ്റേൺ നമുക്ക് നോക്കാം. UPSC പ്രിലിംസ് എക്സാം ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. മെയിൻസ് എക്സാമിനേഷൻ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. അതായത് essay പോലെ നമ്മൾ എഴുതേണ്ട ഒരു എക്സാം ആണ് എന്ത്? മെയിൻസ് എക്സാമിനേഷൻ. ഇനി സ്റ്റേജസ് ഓഫ് ദ എക്സാം നോക്കാം. സിവിൽ സർവീസ് എക്സാമിനേഷന് പ്രധാനമായിട്ടും 3 സ്റ്റേജസ് ആണുള്ളത്. UPSC പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ. പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. ഓരോ ക്വസ്റ്റിനും 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്നും ശരിയായ ഓപ്ഷൻ മാർക്ക് ചെയ്യണം. 2 സബ്ജക്ട്സ് ആണ് പ്രിലിമിനറി എക്സാമിനുള്ളത്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ഉം CSATഉം. CSAT എന്ന് പറയുന്നത് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതിൽ CSAT ഒരു ക്വാളിഫയിങ് ടൈപ്പ് പേപ്പർ ആണ്. അതായത് 80 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 33% മാർക്ക് വാങ്ങുകയാണെങ്കിൽ CSAT പാസ്സാവാം. ടോട്ടൽ 200 മാർക്കിലാണ് ക്വസ്റ്റ്യൻസ്. ഇനി ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതും ടോട്ടൽ എത്രയിലാണ്? 200 മാർക്കിലാണ്. കൂടാതെ പ്രിലിംസിൽ എന്തുണ്ട്? നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. ഇനി മെയിൻസ് എക്സാമിനേഷൻ. മെയിൻസ് എക്സാമിൽ 2 ടൈപ്പ് പേപ്പേഴ്സ് ആണുള്ളത്. ഒന്ന് ക്വാളിഫയിങ് ടൈപ്പ് പേപ്പേഴ്സും 2 മെറിറ്റ് കമ്പ്യൂട്ടേഷന് വേണ്ടിയുള്ള പേപ്പറും. മെയിൻസ് എക്സാമിൽ 2 ലാംഗ്വേജ് പേപ്പർ ഉണ്ട്. ഒന്ന് ഇംഗ്ലീഷ്, 2 നമ്മുടെ ചോയ്സിന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മറ്റൊരു ലാംഗ്വേജ്. അതിപ്പോ മലയാളം ആവാം, ഹിന്ദി ആവാം, ഏത് ലാംഗ്വേജും ആവാം. ഇതാണ് മെയിൻസ് എക്സാമിലെ ക്വാളിഫയിങ് ടൈപ്പ് പേപ്പേഴ്സ്. ഇനിയുള്ളത് മെറിറ്റ് കമ്പ്യൂട്ടേഷന് വേണ്ടിയുള്ള പേപ്പറാണ്. അത് വരുന്നത് ഒരു essay പേപ്പർ ഉണ്ട്, പിന്നെ 4 ജനറൽ സ്റ്റഡീസ് പേപ്പർ. അത് GS1, GS2, GS3, GS4 എന്നറിയപ്പെടുന്നു. അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. പിന്നെ 2 ഓപ്ഷണൽ പേപ്പേഴ്സും ഉണ്ട്. ഇതാണ് എന്ത്? മെറിറ്റ് കമ്പ്യൂട്ടേഷന് വേണ്ടിയുള്ള നമ്മുടെ മെയിൻസ് എക്സാമിലെ പേപ്പേഴ്സ്. ഇനി സിവിൽ സർവീസ് എക്സാമിന്റെ 3ാമത്തെ സ്റ്റേജ് ആണ് എന്ത്? പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ UPSC ഇന്റർവ്യൂ എന്ന് പറയും. ഇതിന്റെ ടോട്ടൽ മാർക്സ് വരുന്നത് 275ലാണ്. UPSC ഇന്റർവ്യൂ നടക്കുന്നത് ഡൽഹി UPSC ഭവനിലാണ്. മെയിൻസ് എക്സാം ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രമാണ് എന്ത്? UPSC പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ഉള്ളത്. മെയിൻസ് എക്സാമിന്റെയും UPSC ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത്? ഉദ്യോഗാർത്ഥികളെ വിവിധ സർവീസസിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് UPSC എക്സാമിന്റെ എക്സാമിന് വേണ്ടി ഏതൊക്കെ ബുക്സ് പഠിക്കണം എന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്ക് സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ട ബുക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു റിസോഴ്സ്, അതായത് ഒരു സബ്ജക്റ്റിന് ഒരു ബുക്ക്, അങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് ഒത്തിരി റിസോഴ്സസ് നമ്മൾ നോക്കിയിട്ട് അതിൽ നിന്ന് ആകെ കൺഫ്യൂസ് ചെയ്ത് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു സബ്ജക്റ്റിന് ഒരു ബുക്ക് മതി, അങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി പൊളിറ്റിക്ക് നോക്കുകയാണെങ്കിൽ M ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി, ഇതാണ് ലേറ്റസ്റ്റ് എഡിഷൻ. അതിന്റെ ഫോട്ടോ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. M ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി ആണ് പൊളിറ്റിക്ക് വേണ്ടി റെഫർ ചെയ്യാവുന്ന ഏറ്റവും നല്ല ബുക്ക്. പിന്നെ എക്കണോമിയിലേക്ക് വരുമ്പോൾ രമേഷ് സിംഗിന്റെ ഇന്ത്യൻ എക്കണോമി, ഇതാണ് 15th എഡിഷൻ, ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ. ഇതാണ് എന്ത്? എക്കണോമിക്ക് വേണ്ടി റെഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബുക്ക്. കൂടാതെ എൻവയോൺമെന്റിന് ശങ്കർ IAS അക്കാദമിയുടെ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി എന്ന ബുക്കാണ് പഠിക്കേണ്ടത്. ഇതാണ് ലേറ്റസ്റ്റ് എഡിഷന്റെ ഫോട്ടോ. നോക്കുക, പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മേടിക്കുക. ഇനി ആർട്ട് ആൻഡ് കൾച്ചറിന് വേണ്ടിയിട്ട് നിതിൻ സിൻഹാനിയയുടെ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന ബുക്കാണ് കൂടുതലും നല്ലത്. കൂടാതെ ഹിസ്റ്ററിയിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, ആൻഷ്യൻ ഹിസ്റ്ററി ഉണ്ട്, മെഡീവിയൽ ഇന്ത്യ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് 3നും 3 ബുക്സ് ആണ് യൂസ് ചെയ്യുന്നത്. മോഡേൺ ഇന്ത്യക്ക് വേണ്ടി സ്പെക്ട്രം പബ്ലിക്കേഷൻസിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന ബുക്കാണ് ഏറ്റവും നല്ലത്. അത് നോക്കുക. കൂടാതെ മെഡീവിയൽ ഇന്ത്യക്ക് വേണ്ടി സതീഷ് ചന്ദ്രയുടെ ഹിസ്റ്ററി ഓഫ് മെഡീവിയൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, അതാണ് നല്ലത്. കൂടാതെ ആൻഷ്യൻ പാസ്റ്റിന് വേണ്ടി RS ഷമ്മയുടെ ഇന്ത്യാസ് ആൻഷ്യൻ പാസ്റ്റ് എന്ന് പറയുന്ന ബുക്ക്. ഇനി ജിയോഗ്രഫിയിലേക്ക് വരുമ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജിയോഗ്രഫി, JC ലിയോങ്ങിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജിയോഗ്രഫി എന്ന ബുക്കാണ് ജിയോഗ്രഫിക്ക് വേണ്ടി നല്ലത്. കൂടാതെ ഇന്റേണൽ സെക്യൂരിറ്റിക്ക് അശോക് കുമാർ IPSന്റെ ചാലഞ്ചസ് ടു ഇന്റേണൽ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക്
നോക്കുക. ഇന്റർനാഷണൽ റിലേഷൻസിന് വേണ്ടിയുള്ള ബെസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് പവനീത് സിംഗിന്റെ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന ബുക്കാണ്. ഇതാണ് ലേറ്റസ്റ്റ് എഡിഷന്റെ ഫോട്ടോ. കൂടാതെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് രവി പി അഗ്രഹാരിയുടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ബുക്ക് നോക്കുക. സിസാറ്റിന് 2 ബുക്സ് നോക്കുക. RS അഗർവാളിന്റെ വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിങ്ങും കൂടാതെ MK പാണ്ഡെയുടെ അനലിറ്റിക്കൽ റീസണിങ് എന്ന് പറഞ്ഞ ബുക്കും. ഇത് രണ്ടുമാണ് എന്ത് സിസാറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ബുക്ക്. പിന്നെ മാപ്സ്, ജിയോഗ്രഫിയിൽ മാപ്സ് ഒക്കെ വരും. അതിനെ നോക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബുക്ക് എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് സ്കൂൾ അറ്റ്ലസ് ആണ്. പിന്നെ എത്തിക്സിന് വേണ്ടിയിട്ട് ലെക്സിക്കോൺ പബ്ലിക്കേഷന്റെ എത്തിക്സ് ഇന്റഗ്രിറ്റി ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട് ലെക്സിക്കോൺ പബ്ലിക്കേഷന്റെ ബുക്കാണ് ഏറ്റവും നല്ലത്. ഇതാണ് എന്ത് UPSC സിവിൽ സർവീസിന്റെ ബുക്ക് ലിസ്റ്റ്. സോ സിവിൽ സർവീസസിനെ കുറിച്ച് ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.